നമസ്കാരം നമസ്കാരം നമസ്കാരം. ആ, നിങ്ങളുടെ എഴുത്ത് ഞാൻ കണ്ടു. അത് ഞാൻ വായിച്ചു, വോയിസ് ഒക്കെ വായിച്ചു. ശരിക്കും നിങ്ങൾ വിഡ്ഢികളാണ്. വിഡ്ഢികൾ എന്ന് പറയുമ്പോൾ പമ്പര വിഡ്ഢികളാണ്. കമന്റ് എഴുതിയിടുന്നവരും, അതും എവിടെയൊക്കെയോ ഇരുന്നു കൊണ്ട് നിങ്ങൾ എഴുതിയിടുന്ന കമന്റുകൾ, അല്ലെങ്കിൽ ഈ എനിക്ക് അയച്ചു തരുന്ന ശബ്ദ സന്ദേശങ്ങൾ. നിങ്ങൾ എൻ്റെ തൊട്ടടുത്തില്ല, എവിടെയോ ഇരിക്കുകയാണ്. എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി അത് മനസ്സിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നതാണ്. മനസ്സിലായോ? രൂപപ്പെടുത്തി എടുക്കുന്നതാണ് ഓരോന്നും തന്നെ. ചിന്തിച്ചു കൂട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു നാഗസൈരന്ധ്രിക്ക്. ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനലിലെ ഞാൻ ഇടുന്ന വീഡിയോസുകളുടെ സ്ക്രീൻഷോട്ടുകൾ, അതായത് ഈ പണത്തെ സംബന്ധിച്ചുള്ള സ്ക്രീൻഷോട്ടുകൾ, അത് കണ്ടപ്പോഴാണ് ദാനധർമ്മം, അത് കണ്ടപ്പോഴാണ് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങുന്നത് അല്ലേ? അതുവരെ നിങ്ങൾ എന്റെ വർഷങ്ങളായിട്ട് എന്റെ വീഡിയോ ദൃശ്യങ്ങളും കാണുന്നു, കേൾക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ ഒരല്പം ബുദ്ധിയോ കഴിവോ ഒക്കെ, സാമാന്യ ബുദ്ധിയോ കഴിവോ ഉള്ളവർക്കൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇത്തിരി വിവേകം, ബുദ്ധി, ചിന്തയൊക്കെ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അതുപോലും ഇല്ല. ഇത്രയും വർഷക്കാലം എന്റെ വീഡിയോയും എന്റെ എഴുത്തുകളും ഒക്കെ കാണുകയും വായിച്ചിട്ടും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് നിങ്ങളുടെ കുറ്റമല്ല. അത് കാലക്രമേണ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒന്നും തന്നെ കഴിയില്ല. നിങ്ങൾ പറയുകയുണ്ടായി, നാഗ ഇത്രയും കാലമായിട്ട് നാഗയുടെ കൂടെ ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ നാഗയുടെ വീട്ടിൽ വന്നിട്ടുള്ള പലരും നാഗയ്ക്ക് സഹായങ്ങൾ തരുന്നു. അതൊക്കെ തന്നെയും എന്താ പറയാ, ഒരു നല്ല വീട് വെച്ചിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുകയുണ്ടായി. അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ എനിക്ക് എന്തു നൽകി എന്നതാണ്. ഫസ്റ്റ് അത് വേണം നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നാഗയ്ക്കാരും കൊടുക്കുന്നില്ല, നാഗയ്ക്കാരും തരുന്നില്ല, നാഗയ്ക്കാരും ഒന്നും കൊടുക്കുന്നില്ല, നാഗ ചോദിച്ചു വാങ്ങുന്നു, അല്ലെങ്കിൽ നാഗയുടെ കയ്യിലെത്തുന്ന പണം നാഗ മറ്റുള്ളവർക്ക് ദാനമായി നൽകുന്നു. അതുപോലെ തന്നെ നാഗ ഈ കളി ഓരോരുത്തരുടെ ഉള്ളിലേക്ക് പതിപ്പിക്കുന്നത് കൊണ്ട് അവരും നാഗയ്ക്ക് കൊടുക്കുന്നു. ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ്. അല്ലാതെ നിങ്ങൾ എനിക്ക് എന്തു തന്നു സ്വയം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നാൽ മാത്രമേ അതൊരു തരിയിലാകുന്നുള്ളൂ. അല്ലാത്തപ്പോൾ അതൊരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് മാത്രമാണ്. നിങ്ങൾ നേരിട്ടോ, അതായത് ഈ അക്കൗണ്ട് മുഖേന എനിക്ക് എന്തെങ്കിലും പണസംബന്ധമായ സാമ്പത്തികം, പണം മാത്രമല്ല സാമ്പത്തികം, നമുക്കെല്ലാം ഈ ലോകത്തുള്ള എല്ലാ തൂണിനെയും തുരുമ്പിനെയും എല്ലാം സാമ്പത്തികമായിട്ട് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ അല്ല, അങ്ങനെയാണ്. ആ തലത്തിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോകാം. അപ്പൊ പണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് എന്ത് തന്നു, എന്നോട് വന്ന് സംസാരിക്കുന്ന നിങ്ങൾ എനിക്ക് എന്ത് തന്നു എന്ന് വേണം ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് അറിവ്, തിരിച്ചറിവ്. എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ ജ്ഞാനം എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ജ്ഞാനം? അറിവ്, തിരിച്ചറിവ്. സ്വയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, നിങ്ങൾ എനിക്ക് എന്ത് തന്നു.
മറ്റുള്ളവർ തന്നതല്ല നോക്കേണ്ടത്. മറ്റുള്ളവർ ചിലപ്പം തരും, തരാതിരിക്കും. ചിലപ്പം ചിലര് തന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരാതിരിക്കും. ലൈവിലൊക്കെ വന്ന് പറയാറില്ലേ, നായ്ക്ക് 5000 രൂപ ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, 1,00,000 രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വെറുതെ വന്ന് പറയുന്നതാണോ? വെറുതെ എന്നെ കബളിപ്പിക്കണം, അല്ലെങ്കിൽ ഒന്ന് എന്നെ കബളിപ്പിക്കുവാൻ വേണ്ടി അവർ നടത്തുന്ന, ശരിക്കും അവരെ തന്നെ അവർ കളരാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി. 2, മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ഈ ആളിനെ, ഈ എഴുതി വെച്ച ആള് വലിയ ദാനധർമ്മിയാണെന്ന് അറിയിപ്പിക്കുവാനുള്ള ഒരു പിന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒന്ന്. ദാനധർമ്മിയാണ്, ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കുന്ന ആളാണ് എന്ന് അറിയിക്കുവാനുള്ള ഒന്ന്. അത്ര മാത്രമാണ്. പിന്നെ നിങ്ങൾ ഓൺലൈൻ മാധ്യമം ഇവിടെ വന്നിട്ടുള്ള ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞു. ആ വ്യക്തികളിൽ പലരും, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ എന്താ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് പോയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാവോ, പല യൂട്യൂബ് ചാനലുകാര് ഇവിടെ വന്നിട്ടുണ്ട്. പലരും, ആ യൂട്യൂബ് ചാനലിലെ പലരും വന്നിട്ടുണ്ടെങ്കിലും ചില ആളുകളൊന്നും എനിക്ക് പണം തന്നിട്ടില്ല. അവർക്ക് എന്റെ വീടിന്റെയും എന്റെ പരിസരവും ചുറ്റുപാടും കണ്ടിട്ട് പോലും, അവര് അത് തിരിച്ചറിഞ്ഞിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതും പ്രശസ്തരായിട്ടുള്ളവര്, അപ്രശസ്തരായിട്ടുള്ള, പ്രശസ്തരെ അപ്രശസ്ത്രീ എന്നൊന്നില്ല. ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഈ ചാനലിട്ട് നന്നായിട്ട് മൂവായി ആളുകളിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ യൂട്യൂബ് വഴി നല്ല വരുമാനം കിട്ടും. അപ്പൊ അവരുടെ ചാനലെല്ലാം ശ്രദ്ധ പിടിക്കുന്നുണ്ട്. ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിലേക്ക് ശ്രദ്ധ പിടിക്കുന്നുണ്ട്. അതിൽ കാരണം എന്താന്ന് വെച്ചാൽ, അവർ കുരുട്ട് ബുദ്ധിയിലൂടെയാണ് പോകുന്നത്. മനസ്സിലായോ? പിന്നെ എന്റെ ചാനൽ എനിക്കൊന്ന് വളർത്താനാണ്, എന്റെ ചാനൽ മൂവ് ആക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരാറുണ്ട്. ഇപ്പൊ നാഗയും കൂടെ നിന്നൊന്ന് സഹകരിക്കണം എന്നും പറഞ്ഞ് എന്റെ അടുക്കൽ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ അതിന് മറ്റ് പല എഡിറ്റിംഗ് ഒക്കെ ചെയ്ത്, പിന്നെ മനഃപൂർവ്വം എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് അവരുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് എന്നെ ഒരു വിഡ്ഢിയാക്കുന്ന രീതിയിൽ അവര് സംപ്രേഷണം ചെയ്തിട്ടുള്ളവരും ഉണ്ട്. അതായത് കേമത്തം കളിക്കുക എന്ന് പറയും. പക്ഷെ ഞാൻ ആണെങ്കിൽ ഇക്കണ്ട ആളുകളുടെ എങ്ങനെ വീടുകളിൽ പോയി അവരെ ഇത്തരത്തിൽ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ? ചിന്തിക്കൂ. ഇല്ല. നിങ്ങളിപ്പം ഞാൻ പറയാം, ഇപ്പം ആളുകളെല്ലാം വന്ന് എന്നോട് പറയുന്ന, നാക്കി പണം തന്നിട്ടല്ലേ ഇവര് ഇന്റർവ്യൂ എടുക്കുന്നത്. മിക്കവരും അങ്ങനെയല്ല. ഉദാഹരണം തന്നെ, മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ചാനൽ എനിക്കൊരു ചില്ലി കാശ് പോലും തന്നിട്ടില്ല. ഒന്നും തരാതെയാണ് ഇവിടെ വന്ന് പിന്നെ അയാളും മാസ്റ്റർ ന്യൂസ് എന്ന് പറയുന്ന, മാസ്റ്റർ ന്യൂസ് കേരളയോ അങ്ങനെയോ മറ്റോ ആണെന്ന് തോന്നുന്നു, അവർ രണ്ടുപേരും ആദ്യം മാസ്റ്റർ ന്യൂസ് കേരള ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ എടുക്കാൻ പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനെന്തോ വല്ലാത്ത ക്ഷീണാവസ്ഥയിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റേതായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ എന്റെ ചാനലിൽ മൊത്തം കുറിച്ചിടുന്നത്. എനിക്ക് നല്ലൊരു പിന്നെ ശാരീരികമായിട്ടൊക്കെ ഞാൻ തളർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്, ആ നിമിഷം. അപ്പോൾ ആ സമയത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇന്ന് ഈ ദിവസം എനിക്ക് വയ്യ, പിന്നീട് വരാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരാളും ഉണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനെന്താ പോന്നോളൂ, രണ്ടുപേരും പോന്നോളൂ. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എന്റെ ചാനലിലെല്ലാം പറയുന്നുണ്ട്, എനിക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടണം. കാരണം നിങ്ങളുടെയൊക്കെ ചാനൽ
നന്നായിട്ട് ഓടുന്ന ചാനലിലാണ്. അപ്പൊ അതൊക്കെ നന്നായിട്ട് വരുമ്പോ എന്റെ ബോഡി, എന്റെ ദേഹം, എന്റെ കണ്ണ്, എന്റെ മൂക്ക്, എന്റെ നൃത്തം, എന്റെ പറച്ചിലുകൾ, അതാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത്. അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. എന്റെ നൃത്തങ്ങൾ, എന്റെ കണ്ണ്, മൂക്ക്, വായി, നോട്ടം, പറച്ചിലുകൾ, അതൊക്കെ നന്നായിട്ട് ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന്, ആളുകൾ നന്നായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന തലത്തിലേക്കുള്ളതാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നെ എന്താ ഓക്കെ ശരിയെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയാറുണ്ട് എനിക്ക് നല്ല പേയ്മെന്റ് കിട്ടണമെന്ന് പറയും. പക്ഷെ അവരിവിടെ വന്ന് അവരെനിക്ക് ഒരു ചില്ലിക്കാശ് പോലും തന്നിട്ടില്ല. എന്നിട്ട് എനിക്ക് ദേഷ്യവും വിഷമവും എല്ലാം ഒന്നിച്ചു വന്നത് എന്താന്ന് വെച്ചാല്, ഇവരൊക്കെ തന്നെ ഇതിലൂടെ പിന്നെ ട്രോള് പോലെ ആക്കിയിട്ടിട്ട് ഇത് പണത്തിന് വേണ്ടി ചെയ്യുന്ന, ഞാൻ പണത്തിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന വീഡിയോസുകളാണ് എന്ന് പറയുന്ന കാര്യമോർത്തിട്ടാണ് എനിക്ക് വല്ലാത്ത ദേഷ്യവും വിഷമവും ഉണ്ടായത് ആ നിമിഷം. കാരണം ഞാൻ പണത്തിന് വേണ്ടിയല്ല ഇവിടെ ജീവിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പണത്തിന് വേണ്ടി മാത്രമാണോ ഇവിടെ പിറവി കൊണ്ടത്? അല്ല. നിങ്ങൾ ജനിച്ചപ്പോഴേ നിങ്ങൾ പണത്തിനെ കുറിച്ച് വല്ലതും ഓർത്തിരുന്നോ? പണം ഉണ്ടാക്കണം, പണം ഉണ്ടായാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ഇല്ല. അപ്പോഴും നിങ്ങൾ ജീവിക്കുമായിരുന്നില്ലേ? ആ നിമിഷം നിങ്ങൾ ഇവിടെ പിറവി കൊണ്ടു, നിങ്ങൾ അപ്പോഴും മുതൽ ഇവിടെ ജീവിക്കുമല്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നോ? നിങ്ങൾ പണം വെച്ച് പെരുമാറുമായിരുന്നോ? ഇല്ല. എപ്പോഴാണ് നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യം വരുന്നത്? നിങ്ങൾക്ക് തോന്നുന്ന മാത്രയിൽ. പണം വേണമെന്ന ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നിങ്ങൾ പണത്തെ പറ്റി ചിന്തിക്കുന്നത് പോലും, അല്ലേ? അതല്ലാതെ നിങ്ങൾ പണത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. പണത്തിനെ പറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് പോലും വരുന്നില്ല. അപ്പോൾ ഈ മാസ്റ്റർ ന്യൂസ് കേരള, മാസ്റ്റർ ബ്രെയിന്, പിന്നെ പുനലൂരിന്ന് 2 കുഞ്ഞു ചെക്കന്മാര് വന്ന് അവരെ, പിന്നെ വേറെ 2-3 വേറെ കുറെ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഇവരുടെയൊക്കെ ചാനലിന്റെ പേര് ഞാൻ എഴുതിയിടുമായിരുന്നു. പിന്നെ ഞാൻ പേര് എഴുതിയിടാതെയായി. കാരണം എനിക്ക് തന്നെ വല്ലാത്ത മുഷിച്ചില് തോന്നി. അതുപോലെ തന്നെ കുറെ ആളുകള് ഇവിടെ വന്നിട്ട് പൈസ തരില്ല, കാശ് തരാതെ ഇന്റർവ്യൂ എന്ന പേരിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരിക, എന്നെ വിളിക്കുക. ഞാൻ അന്നേരം അവരോട് പറയാം, പണം വേണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടും. അന്നേരം പറയൂ, ഞങ്ങൾ മറന്നുപോയി, അത് വേണമായിരുന്നു, ഓർത്തില്ല. എന്റെ വീഡിയോസ് ഒക്കെ അവര് കൊണ്ടിട്ട് അതിലൂടെ പണം സമ്പാദിക്കുകയാണ് എന്നുള്ള ഓർമ്മ പോലും, ചിന്ത പോലും ഇല്ലാത്തവരാ. എനിക്കറിയത്തില്ല ഇവർക്കൊക്കെ എന്ത് യുക്തിയാണ് ഉള്ളതെന്ന്. യുക്തിയും ബുദ്ധിയും വെച്ച് പെരുമാറുന്ന ഇവർക്ക് എന്ത് ബുദ്ധിയാണ് ഉള്ളതെന്ന്. ഒരു സാമാന്യമായി നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവരുടെ ചുറ്റുപാടും അവരുടെ ആ ദാരിദ്ര്യമായ ആ അന്തരീക്ഷമൊക്കെ കാണുമ്പോഴെങ്കിലും നമ്മുടെ മനുഷ്യനാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു അല്പമെങ്കിലും ഒരു ദയവ് ഉണ്ടാകണ്ടേ? പോട്ടെ, അവർക്ക് ആ മനുഷ്യനോട് ദയവുണ്ട്, അവരോട് ദയവുണ്ടാകണ്ട, അവരുടെ ഉള്ളിൽ, എന്നോടല്ല, അവർക്ക് അവരോടെങ്കിലും ഒരു ദയവ് ഉണ്ടാകണ്ടേ? ഒരല്പം അവരോടെങ്കിലും ഒരു കാരുണ്യം ഉണ്ടാവണ്ടേ? ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വന്ന് ഇവരുടെ വീഡിയോ, അവരുടെ ചലനങ്ങള്, അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം എന്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് ഞാൻ പോകുന്നു. ഞാൻ ഇതിലൂടെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്നു എങ്കിൽ അതിന്റെ ഒരു പങ്ക് ഇവർക്ക് കൊടുക്കും എന്നെങ്കിലും ഒരു ചിന്തയെങ്കിലും ഉണ്ടാകണ്ടേ? അതുപോലും ഇല്ലാത്ത മനുഷ്യരാണ്. അത് മാത്രല്ല, എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നതെന്ന് വെച്ചാൽ ഈ അവരുടെ ആ ചാനലിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത്, അതിലൊരാളുടെ
ചാനലിലൂടെ അയാൾ പറഞ്ഞു വെക്കുന്നത് ഇത് പണത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് അത് അയാൾ ആർക്കും ഞാൻ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് ഒരു ചില്ലി കാശ് പോലും തന്നിട്ടില്ല എന്നുള്ളതാണ്. അയാൾ എനിക്ക് പണം തന്നാൽ മാത്രമേ പണത്തിന് വേണ്ടിയാണെന്ന് അയാൾക്ക് സമർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ചില്ലി പണം പോലും എനിക്ക് തന്നിട്ടില്ല. മനസ്സിലായോ? പിന്നെ മാസ്റ്റർ ന്യൂസ് എന്ന് പറയുന്ന ആ ചാനല്, അത് ആദ്യം വന്നു, പിന്നെ രണ്ടാമത് വന്നു, പിന്നെ മിക്കപ്പോഴും എന്നെ വിളിക്കും, ഞാൻ ഇങ്ങോട്ട് വരട്ടെ 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച പോലെ ആകുന്നൊന്നെ വിളിച്ചിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയും അതിനെന്താ പോന്നോളൂ എന്ന് പറയും. അപ്പോഴും ഞാൻ പണത്തിന്റെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് ആകെ വരുമാന മാർഗം അതാണ്. അത് അവര് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്. അത് തുറന്ന് ഞാൻ അങ്ങ് പറയുകയാണ്. മനസ്സിലായോ? ഒന്നത്. പിന്നെ രണ്ടാമത്തെ, കാരണം രണ്ടുപേർക്കും തുല്യമായിട്ട് പോകണം. ആ വീഡിയോ ഇട്ട് അതിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു വിഹിതം ആ ആൾക്കും കിട്ടണം, എനിക്കും കിട്ടണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം രണ്ടുപേരും ഒരുപോലെ ജോലി ചെയ്യുകയാണ്. ഞാനും ജോലി ചെയ്യുന്നു, ആ ആളും ജോലി ചെയ്യുന്നു. അപ്പൊ രണ്ടു കൂട്ടർക്കും ഒരുപോലെ കിട്ടണം എന്ന ഒരു ഇതാണ് എന്റെ ഉള്ളില്. പക്ഷെ അവരുടെ ഒന്നും ഉള്ളിൽ അതല്ല. അവരുടെയൊക്കെ ഉള്ളില് എന്നെ വെച്ച് വീഡിയോ എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ട് പുറത്ത് എന്ന് പലതും പറഞ്ഞു ഫലിപ്പിക്കുന്നു. അത് കമന്റ് എഴുതിയിടുന്ന വിഡ്ഢികളായ നിങ്ങൾ അങ്ങ് വിശ്വസിച്ചു പോകുന്നു എന്നുണ്ട്. നിങ്ങളെ വിഡ്ഢികളാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇതിൽപ്പെട്ട് നിങ്ങൾ വിശ്വസിച്ചു പോകുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. പിന്നീട് എനിക്ക് പറയാനുള്ളത്, മാസ്റ്റർ ന്യൂസ് കേരളയിൽ നിന്നോ മറ്റോ ആണെന്ന്. ഞാൻ എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ ആത്മപ്രിയനുമായിട്ട് കോട്ടയം മെഡിക്കൽ, അദ്ദേഹത്തിന് വയ്യായികമ വന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പോയിരുന്നപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ വന്നോളൂ. അപ്പോഴും ഞാന് പിന്നെ എൻ്റെ എല്ലാ ചാനലിലും പണത്തിനെ പറ്റി ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിന് സുഖമില്ല, അപ്പോൾ ഞാന് ഹോസ്പിറ്റലാണ് എന്ന് വരെ എഴുതിയിട്ടതാ. അതും പണം എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി വരെ അന്ന് ഇല്ലായ്മയെ കുറിച്ച്, അതിനൊക്കെ നല്ല ചികിത്സയ്ക്ക് നല്ല പണം അവിടെ കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുമല്ലോ, ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുപോലും ഒന്ന് കണ്ടിട്ട് വന്ന് ആ മനുഷ്യൻ അവിടെ വന്ന് എല്ല് തകർന്ന് അവിടെ കിടക്കുന്ന ആ കിടത്ത പോലും കണ്ടിട്ട് പോയതാണ് അവര്. എന്നിട്ട് പോലും ഒരു ചില്ലി കാശ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ മനുഷ്യനോ കൊടുത്തിട്ടില്ല, പോട്ടെ. ഈ അവർക്ക് മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ചെന്ന് നിന്ന എനിക്കെങ്കിലും ഞാൻ ജോലി എടുക്കുന്നു. അവരുടെ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഞാൻ ജോലി എടുക്കുകയാണത്. എന്റെ സംസാരത്തെ, എന്റെ ദേഹത്തെ, എന്റെ അപ്പോഴത്തെ ആ സാഹചര്യങ്ങളെല്ലാം ഞാൻ അവിടെ വർണ്ണിക്കുകയാണ്. അപ്പോൾ അതെങ്കിലും വെച്ച് എനിക്കൊന്ന് ഇത്തിരി കാശ് തരണ്ടേ? അതുപോലും തന്നിട്ടില്ല. എന്നിട്ട് ഞാൻ ഗൂഗിൾ പേ നമ്പറും കൊടുത്തു, പിന്നീടെങ്കിലും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടും, തരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കണം, ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. നിങ്ങളെയൊക്കെ പലതും വേറെ പറഞ്ഞ് ധരിപ്പിക്കും. എന്നാൽ പിന്നെ എന്നെ പോലുള്ള ആളുകളെ, എന്നെ പോലെന്ന് വെച്ചാല് അവരുടെ കണ്ണിൽ എനിക്ക് ബുദ്ധിയില്ല, കഴിവില്ല, മണ്ടത്തിയാണ് എന്നാണ് അവരുടെ ചിന്ത. അത് അവരുടെ മാത്രം ചിന്തയാണ്. കബളിപ്പിക്കാം ഒക്കെ. പക്ഷെ അവരൊന്നും ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, അവരെക്കാൾ സംസാരിക്കുവാനും അവരെക്കാൾ യുക്തിയും ബുദ്ധിയും ബോധവും ഒക്കെയുള്ള ഒരാളിന്റെ അടുക്കലാണ് അവർ വന്ന് ഓരോ കളത്തരങ്ങളും പൊള്ളത്തരങ്ങളും കാണിച്ചിട്ട് പോകുന്നത് എന്ന ബോധം പോലും അവർക്കില്ല. മനസ്സിലായോ? അതിൽ ഒരാളുടെ ചാനലിലാണെങ്കിൽ ആൾ ദൈവങ്ങൾ എന്ന പേര് ചുമത്തി
അവരുടെ പാവം എനിക്ക് ചിലപ്പോ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അവരുടെ എല്ലാം ചലനങ്ങൾ, വികാരങ്ങൾ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മാനുഷിക ഫീലിങ്സിനെ വിറ്റ് തിന്നുന്ന ഒരു നെറുകെട്ടയാളാണ് ഒരാള്. എന്നിട്ട് അയാള് പറയുന്നത് എന്താണ്? മറ്റവർ പണത്തിന് വേണ്ടി ചെയ്യുന്നത്. ഒരിക്കലും അത് നേരെ തിരിച്ചാണത്. നേരെ തിരിച്ചാണ്. അയാൾക്കൊന്നും ഒരു ബുദ്ധിയില്ല, ഒരു 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 യുക്തിബോധം ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ. അയാളുടെയൊക്കെ വാക്കുകൾ കേട്ട് അതിന്റെ അടിയിൽ കമന്റ് എഴുതുന്നവരോട് എനിക്ക് പുച്ഛമാണുള്ളത്, പരിഹാസമാണുള്ളത്. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ വിറ്റ് തിന്നുന്ന ആളാണ് ഇയാള്. ഞാൻ പേര് പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതൊന്നും ശരിയല്ല. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യന്റെ വികാരങ്ങൾ, കണ്ണുനീർ, അവരുടെ അപ്പപ്പോഴുള്ള ചിരികൾ, പറച്ചിൽ, എഴുത്തുകൾ, അവരുടെ പ്രവൃത്തികളെ മുഴുവൻ ക്യാമറയിൽ ഒപ്പിയെടുത്തു കൊണ്ടുപോയി പരിഹസിച്ചും കളിയാക്കിയും ഒക്കെയും അവരെ വിറ്റ് തിന്നുന്ന ഒരു നെറുകെട്ട മനുഷ്യനാണ് ഒരാള്. മറ്റേയാള് പണം തരുമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സാഹചര്യമൊക്കെ ആ കണ്ണുകൾ കൊണ്ട് കണ്ടും കേട്ടിട്ടും ഒരു ദയവ് പോലും കൽപ്പിക്കാത്ത ഒരാള് മറ്റൊരാള്. ഞാൻ ഈ പറയുന്ന രണ്ടു കൂട്ടരും. പിന്നെ വേറൊരാളുണ്ട്, അയാളുടെ പേര് ഞാൻ ഇതിലൂടെ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്കറിയാം ആ ആളിനെ. പക്ഷെ ആ ആളിനെയൊക്കെ ആളുകൾ നന്നായിട്ട് എടുത്ത് മാലയിട്ട്, അതായത് നന്നായിട്ട് എടുത്ത് കോണാനും എടുത്ത് കളഞ്ഞ്. കാരണം അയാളെ സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടി എന്റെ പേരും പറഞ്ഞ് ഇറങ്ങിയതാ. ഞാനിവിടെ എഴുതി വെച്ച് എന്റെ ചിന്തകള്, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ് അവരുടെ ചിന്തകൾ, മനോഹരമായ എഴുത്തുകൾ വരുന്നത്. ആ ചിന്തകളെ ഇവിടെ എഴുതി വെച്ചപ്പോ ഇതെല്ലാം വന്ന് ചവിട്ടി എടുത്ത് കളയും. എന്റെ നാട്ടിലായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ എന്ത് വേഷം കെട്ടിയാണ് ഇരിക്കുന്നത്? ഒരു സ്ത്രീയായ എന്റെ അടുക്കൽ ഞാൻ ഒരു കാവി വസ്ത്രമിട്ടപ്പോൾ ആ വസ്ത്രത്തിനെ വരെ കുറ്റം പറഞ്ഞിറങ്ങിയ യുക്തിബോധമില്ലാത്ത മരപ്പാഴുണ്ട്. ഞാൻ കറുത്ത വസ്ത്രം, കാവ്യ പോലെയുള്ള കറുത്ത വസ്ത്രം ഇട്ടപ്പോ അയാളും ഉടുത്തിരുന്നത് കറുപ്പായിരുന്നു. അതും താൻ എന്താണോ അണിഞ്ഞിരിക്കുന്നത് അതുപോലും ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത ഒരു മനുഷ്യനാണ്. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ എത്രയോ ആളുകൾ വന്നിട്ടുണ്ടെന്നറിയാവോ? എനിക്കറിയില്ല അവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്. ശരിക്കും കാവ്യ എന്ന വസ്ത്രം ഒരു സന്യാസിക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ കഴിയുന്നത്. സാധാരണപ്പെട്ട മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്ന് എന്റെ സ്വജീവിതത്തിലൂടെ കാട്ടിക്കൊടുത്ത സ്വതന്ത്രയായ ഒരു സ്ത്രീ, പെണ്ണ്, യുവതി തന്നെയാണ് ഞാന്. പലർക്കും പലരുടെയും തെറ്റായ ചിന്തകളെ മാറ്റിമറിച്ച ഒരാളാണ് ഞാന്. കാവ്യവസ്ത്രം മാത്രമല്ല, നിറമുള്ളതും നിറമില്ലാത്തതും പട്ടും എല്ലാം ഒരാളുടെ ദേഹത്ത് അണിയാമെന്ന് എന്റെ ശരീരത്തിൽ തന്നെ അത് അണിഞ്ഞുകൊണ്ട് കാട്ടി ഈ ജീവിക്കുന്ന, അല്ലെങ്കിൽ ജീവിച്ച ഒരു യുക്തിബോധമുള്ള ഒരാളാണ് ഞാന്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാവണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോഴേ. മറ്റുള്ളവർക്കും കൂടെ ഗുണപരമായിട്ടുള്ള ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് പണത്തിന് വേണ്ടി മാത്രമല്ലെന്നും ഓരോ മനുഷ്യനും വ്യത്യസ്ത ചിന്താഗതികളാണെന്നും, ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് എന്താണ് പറയുന്നതെന്നും ഇവരൊക്കെ പണക്കൊതിയരാണ്. പണം മൂത്ത് നടക്കുക, പണത്തിന് വേണ്ടി നടന്ന്, എന്നാൽ മറ്റുള്ളവർക്കാണ് പണത്തിന് ആവശ്യം എന്ന് പ്രചരിപ്പിച്ച് സ്വന്തം കീശ വീർപ്പിക്കുന്നവരാണ് ഇക്കൂട്ടര്. മനസ്സിലായോ? ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ വീഡിയോസുകൾ ചെന്നെടുത്ത് അവരെയൊക്കെ കളിയാക്കിയും അവനവന്റെ ഉള്ളിലെ പരിഹാസവും കളിയാക്കി, ശരിക്കും അവരെ തന്നെയാ കളിയാക്കുന്നത്. അത് പുറത്തേക്കിട്ട്
സ്വയം കളിയാക്കുകയാണ് എന്ന ചിന്തയില്ലാതെ അത് മറ്റുള്ളവരുടെ ചിന്തയിലേക്ക് ഇട്ട് അവരെയും വിഡ്ഢികളാക്കി കളയുന്ന പണക്കൊതിയരായ മനുഷ്യരാണ് ഇക്കൂട്ടർ എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം ആളുകളിലേക്ക് ചെന്ന് പെടുകയോ പെടാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു, അതാണ് പ്രസക്തി. ഞാൻ ഇന്ന് ഓർക്കുന്നു ആ വ്യക്തി സുൽത്താനോട് പറഞ്ഞത്, അതായത് എന്നെ എങ്ങനെ കൂട്ടുകൂടാൻ തോന്നി എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഈ സമൂഹത്ത് ഒരാളെ നമ്മൾ ഇങ്ങനെ അവഗണിക്കാനോ മാറ്റി നിർത്താനോ പാടില്ല എന്ന പാഠം വരെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അവരെ പോലെയൊന്നും അല്ല. ആണും പെണ്ണും തുല്യമായിട്ടെന്ന് വെച്ചാൽ എന്താ പറയാ, എല്ലാം ജീവനുകളാണ്. എല്ലാം ജീവനാണ്. ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട, ഭൂമിയിൽ ജീവിക്കേണ്ട മനുഷ്യന്റെ ജീവനെ വില കൽപ്പിക്കാത്ത മനുഷ്യരാണ് പലപ്പോഴും എന്റെ അരികിൽ വന്നിട്ടുള്ളത്. അറിയാവോ, ഒരാളുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യസ്തമാണെങ്കിൽ ആ ആളിനെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരേർപ്പാടാണ് ഇവരിലൊക്കെ തന്നെയുള്ളത്. അതല്ല, അതൊക്കെ കാലഹരണപ്പെട്ട നിയമങ്ങളാണ്. ഇനിയിപ്പോ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോഴേ ഞാൻ ഉള്ള കാര്യം പറയാണ്, ഇതൊന്നും ഇവിടെ നടപ്പാകത്തില്ല. അവരുടെ ചിന്താഗതിയൊന്നും ഞാൻ വെച്ചു ഉറപ്പിക്കത്തില്ല. ഞാൻ എല്ലാത്തിനെയും തകിടം മറിക്കും. ഞാൻ എല്ലാത്തിനെയും പൊളിച്ചെടുക്കി മനുഷ്യർക്ക് മുന്നിൽ മനുഷ്യന്റെ ഉള്ളിലെ അന്ധകാരത്തെ ഞാൻ ഇല്ലാതെയാക്കും. ഞാൻ അവിടെ വെളിച്ചം പകരും. ഒരുപാട് ആളുകൾക്ക് ഇപ്പം സ്വബുദ്ധി ഉദിച്ചു വരുന്നു, എന്റെ ഓരോ വീഡിയോയും കണ്ടും കേട്ടും. മനസ്സിലായോ? നമ്മൾ ആരെയും അവഗണിക്കാനോ വെറുക്കാനോ ഒന്നുമല്ല പഠിപ്പിക്കേണ്ടത്. നമ്മൾ അങ്ങനെയല്ല മനുഷ്യനെ പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കരുത്, അതാണ് വേണ്ടത്. പഠിപ്പിക്കരുത്. സമൂഹത്തിന് ഞാൻ എന്തൊക്കെ മാറ്റിമറിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആരെയാണോ ചൂണ്ടി പറയുന്നത് ആ ആളുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട്, അവരിവിടെ ജീവിക്കുന്നവരാണ് എന്ന ബോധമെങ്കിലും ഉണ്ടാകണം. ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങളിപ്പൊക്കെ പലരും പറയത്തില്ലേ, നാഗെ എന്താണ് സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ പ്രവർത്തിക്കാത്തത് എന്ന്, അനീതിക്കെതിരെ പറയാത്തത്? അധർമ്മമുള്ളപ്പോൾ അവിടെ എന്തുകൊണ്ട് നാഗ പ്രത്യക്ഷപ്പെടുന്നില്ല, എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറയാറില്ലേ? ഞാൻ ഇറങ്ങില്ല. കാരണം എന്താണ്? അങ്ങനെ നിങ്ങളിരുന്ന് കുത്തിയിരുന്ന് പ്രേരിപ്പിച്ച് എന്നെ ഇറക്കും. പക്ഷെ ഞാൻ അവിടെ ചെന്ന് എന്തെങ്കിലും പറയുവാണെങ്കിൽ അവര് ചിലപ്പോൾ നിരപരാധിയായിരിക്കും. നമ്മൾ അധർമ്മത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മളവിടെ പ്രവർത്തിക്കുമ്പോൾ അത് അധർമ്മമായി പോകും. മനസ്സിലായോ? ചിലയിടത്ത് അങ്ങനെയാ. നമ്മൾ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അധർമ്മമായി പോകും തീരുകയും ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അധർമ്മത്തിന് വേണ്ടിയും പ്രവർത്തിക്കേണ്ട, ധർമ്മത്തിന് വേണ്ടിയും പ്രവർത്തിക്കേണ്ട. ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. മനസ്സിലായോ? ഓക്കെ. ആരും നമ്മളെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കാതിരുന്നാൽ മതി. അങ്ങനെ നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ വരുമ്പോഴാണ് അത് അധർമ്മമായി പോകുന്നത്. മനസ്സിലാക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ.